ഇന്നത്തെ കാലത്ത് നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് മൊബൈൽ ഫോൺ. രാവിലെ എണീക്കുന്നത് മുതൽ കിടക്കുന്നത് വരെയും നമ്മുടെ സന്തത സഹചാരിയായിരിക്കും മൊബൈൽ. വീട്ടുകാരെക്കാളും കൂട്ടുകാരെക്കാളും നാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചിലവിടുന്നതും ഫോണിനൊപ്പമാണ്. വിനോദത്തിന് മാത്രമല്ല, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും മറ്റു ഔദ്യോഗിക കാര്യങ്ങൾക്കുമൊക്കെ ഇന്ന് മൊബൈൽ ഫോണുകൾ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ജീവിതത്തിൽ അത്രയും പ്രാധാന്യമുള്ള ഫോണിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുന്നത് നമുക്ക് താങ്ങാനുമാകില്ല. അതുകൊണ്ട് തന്നെ സേഫ്റ്റിക്കായി സ്ക്രീൻ ഗാർഡും ബാക്ക് കവറും ഒക്കെ ഉപയോഗിച്ച് അത്രയും കരുതലോടെയാകും നാം ഫോൺ ഉപയോഗിക്കുന്നതും. അപ്പോൾ ഇത്രയും പ്രിയപ്പെട്ട മൊബൈൽ ഫോൺ എറിഞ്ഞു കളയുന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആലോചിക്കാൻ തന്നെ പ്രയാസമാണല്ലേ. എന്നാൽ മൊബൈൽ ഫോണുകൾ എറിയുന്ന ഒരു മത്സരമുണ്ടെന്ന് പറഞ്ഞാലോ? അതും വെറും മത്സരമല്ല, ലോക ചാമ്പ്യൻഷിപ്പ്. 2000-ൽ ഫിൻലൻഡിലെ സാവോൻലിനയിലാണ് ആദ്യമായി ഈ മൊബൈൽ ഫോൺ എറിയൽ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. ഫെനോലിംഗുവ എന്ന കമ്പനിയായിരുന്നു ഇതിൻ്റെ സംഘാടകർ. തുടർന്ന് എല്ലാ വർഷവും ഈ പരിപാടി നടത്തുകയും ഇതിന് അന്താരാഷ്ട്ര തലത്തിൽ ജനപ്രീതി ഉണ്ടാവുകയും ചെയ്തു. ഫിൻലൻഡിൽ ആരംഭിച്ച ഈ മത്സരം ഇന്ന് UK, USA, ബെൽജിയം, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ ഉൾപ്പെടെ ദേശീയ തലത്തിൽ നടത്തുന്നുണ്ട്. ദേശീയ മത്സരത്തിൽ 1-ാം സ്ഥാനത്തെത്തുന്നയാൾക്കുള്ള സമ്മാനം ലോക ചാമ്പ്യൻഷിപ്പിലേക്കുള്ള പ്രവേശനമാണ്. അതേസമയം ലോക ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കുന്നയാൾക്ക് സമ്മാനമായി ലഭിക്കുന്നതോ ഒരു പുതിയ മൊബൈൽ ഫോണും. മൊബൈൽ ഫോൺ റീസൈക്ലിംഗ് ഓർഗനൈസേഷനുകളാണ് ഇപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പുകളെ പിന്തുണയ്ക്കുന്നത്. 110 മീറ്റർ 42 സെൻറ്റിമീറ്റർ ദൂരത്തിൽ മൊബൈൽ ഫോൺ എറിഞ്ഞ ഡ്രൈസ് ഫെർമെൻസ് ആണ് ഈ ചാമ്പ്യൻഷിപ്പിലെ ലോക റെക്കോർഡ് ഉടമ. മൊബൈൽ ഫോൺ ത്രോയിങ് ലോക ചാമ്പ്യൻഷിപ്പിൽ ഉപയോഗിക്കാനുള്ള ഫോണുകൾ പരിപാടിയുടെ സ്പോൺസർമാരാണ് നൽകുന്നത്. 220 ഗ്രാം മുതൽ 400 ഗ്രാം വരെ ഭാരമുള്ള വ്യത്യസ്ത ഫോണുകളാണ് ഇതിനായി ഉപയോഗിക്കുക. ത്രോയിങ് ഏരിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരത്തിലെറിയുന്ന ആളാകും മത്സരത്തിലെ വിജയി. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് മുൻപ് ഉത്തേജക മരുന്ന് പരിശോധനയൊന്നും ഇല്ലെങ്കിലും മത്സരാർത്ഥി മാനസികമായോ ശാരീരികമായോ എറിയാൻ പ്രാപ്തരല്ലെന്ന് തോന്നിയാൽ ജൂറികൾക്ക് അവരെ അയോഗ്യരാക്കാം. കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒറ്റയ്ക്കോ ടീമായോ മത്സരിക്കാവുന്ന തരത്തിൽ 4 വിഭാഗങ്ങളിലായാണ് ചാമ്പ്യൻഷിപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. വിനോദമാർഗം എന്നതിലുപരി ഇലക്ട്രോണിക് മാലിന്യങ്ങളുടെ റീസൈക്ലിംഗ്, വലിച്ചെറിയപ്പെടുന്ന മൊബൈൽ ഫോണുകൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും അവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനുമുള്ള ഒരു മാർഗമായാണ് ഈ പരിപാടിയെ വിലയിരുത്തുന്നത്. രസകരമായ മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.